Hello everyone, Namaskaram, welcome back to the channel. ഇന്നത്തെ വീഡിയോയിലുള്ളത് ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൻ്റെ റിവ്യൂ ആണ്. ഗൾഫ് മോളിലുള്ള മെലൻസാനെ എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻ്റാണ് നമ്മൾ ലാസ്റ്റ് വീക്കെൻഡ് പോയത്. നമ്മളതിന് മുന്നേ ട്രൈ ചെയ്തിട്ടുള്ളതാണ് 2-3 പ്രാവശ്യം. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു റസ്റ്റിക് ഒരു ബ്ലാക്ക് തീമിലുള്ള ഒരു ഇൻറ്റീരിയറാണ് അവർ ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർ ഇൻറ്റീരിയറിൽ ലാമ്പ് ഫിക്സ്ചേഴ്സ് എല്ലാം ഇപ്പോൾ ടേബിളൊക്കെ ഇങ്ങനെ തല കീഴായി നിൽക്കുന്ന പോലെയാണ് അവരുടെ ഒരു ഫിക്സ്ചേഴ്സ് എല്ലാം. അതേപോലെ തന്നെ കുറച്ചൊരു വ്യത്യസ്തമായ രീതിയിലാണ് അവർ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഫേർണിച്ചറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചെയേഴ്സൊക്കെ ആണെങ്കിൽ ചെയറിൻ്റെ ലെഗ് മുകളിലും ബാക്ക് റെസ്റ്റ് താഴെയും ആ രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള എന്നാൽ ഒരു ഫീൽ ഗുഡ് പ്ലേസ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും എല്ലാ ടേബിളും ഓൾമോസ്റ്റ് ഒക്യുപ്പൈഡ് ആണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ് തന്നെയാണ് മെലൻസാനെ. നല്ല സൂപ്പർ ടേസ്റ്റി ഫുഡാണ് ഇത്. അവരുടെ കോംപ്ലിമെൻ്ററി ബ്രെഡാണ്, അതിൻ്റെ കൂടെ കിട്ടുന്ന ഈ ഡിപ്പാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു റോസ്റ്റഡ് പൊട്ടറ്റോ ക്യൂബ്സ് ആണ്, അതിൻ്റെ കൂടെ ഒരു പാപ്രിക്ക സോസും ഉണ്ട്. നല്ല ടേസ്റ്റിയാണിത്. കുറച്ച് ഒരു ഹെർബ്സ് പാസ്ലിയൊക്കെ ഇട്ടിട്ട് കുറച്ചൊന്ന് ഉള്ളിൽ സോഫ്റ്റാണ്, പുറത്തൊരു ക്രസ്റ്റ് പോലെ ഉണ്ട്. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ഡിഷാണ് ഈ പൊട്ടറ്റോ അറസ്റ്റോ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഡ്രിങ്ക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ് ഫ്രഷ് ജ്യൂസസ് എല്ലാം, അതേപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സും അതെ. പക്ഷേ ഫ്രഷ് ജ്യൂസസ് എന്താ പറയുക, ഗ്ലാസ് കുറച്ച് ചെറുതായിപ്പോയി എന്ന് തോന്നി. അതായത് നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് വേർത്തായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി നമുക്ക് കിട്ടുന്നില്ല എന്ന് തോന്നി ഫ്രഷ് ജ്യൂസസിൻ്റെ കേസിൽ. സോഫ്റ്റ് ഡ്രിങ്ക്സ് ആഡ് ചെയ്ത് വരുന്നത് വലിയ കുഴപ്പമില്ല, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. എൻ്റെ ഫേവറേറ്റ് ആണ് ടൊമാറ്റോ സൂപ്പ്. ഇവിടുത്തെ ടൊമാറ്റോ സൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൊമാറ്റോ, ലെൻറ്റിൽ, സ്പിനാച്ച് അതിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ടൊമാറ്റോ സൂപ്പും ലെൻറ്റിൽ സൂപ്പും രണ്ടും ഇഷ്ടമുള്ളവർക്ക് ഒരു എന്താ പറയുക അടിപൊളി കോംബോ പോലെ നമുക്ക് കിട്ടും. നല്ല ടേസ്റ്റിയാണ് ഇവിടുത്തെ ഈ ഒരു സൂപ്പ്. അച്ചുവിൻ്റെ ഫേവറേറ്റ് ആണ് ഏത് റെസ്റ്റോറൻറ്റ്, ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിലെയും ലസാനിയ. ഇവിടുത്തെ ലസാനിയും നല്ല അടിപൊളിയാണ്. ഉള്ളിൽ നല്ല സോഫ്റ്റ് ലെയേഴ്സും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിരുന്നു. സോസ് എല്ലാം നല്ല അടിപൊളിയായിരുന്നു. നല്ല ലസാനിയാണ് ഇവരുടെ മെലൻസാനിയുടെ, അതായത് വർത്ത് ട്രൈയിങ് ആണ് ഈ ലസാനിയ. പിന്നെ ഇവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു സ്റ്റാർട്ടറാണ് ഒറിഗാനോ ഫ്രൈസ്. അതായത് നമ്മുടെ നോർമൽ ഫ്രൈസ് അല്ല, അതിൻ്റെ മുകളിൽ കുറച്ച് ഒറിഗാനോ, പാർമിസൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള അടിപൊളി ഒരു പാപ്രിക്ക സോസും ഒക്കെ ആയിട്ട് കിട്ടുന്ന ഈ ഒറിഗാനോ ഫ്രൈസ് എന്തായാലും നിങ്ങളിവിടെ പോവുകയാണെങ്കിൽ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. ഏട്ടന് ഇറ്റാലിയൻ ക്വിസീനിൽ പാസ്തയിൽ സോസ് ബേസ്ഡ് പാസ്തേനേക്കാളും എപ്പോഴും ഇഷ്ടം സ്പെഗറ്റി ആലിയോ ഓലിയോ ആണ്. അതായത് ഓലിവ് ഓയിലിൽ കുക്ക് ചെയ്യുന്ന ഗാർലിക്കും പിന്നെ ഹെർബ്സ് എല്ലാം ആഡ് ചെയ്തിട്ട് കുക്ക് ചെയ്യുന്ന ആലിയോ ഓലിയോ. അത് ഇവിടെ ഏട്ടൻ കുറച്ച് ചിക്കനും കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല ടേസ്റ്റി ആയിരുന്നു അതും. ഇത് നമ്മൾ ലാസ്റ്റ് ടൈം പോയപ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന പെന്നെ പാസ്തയാണ്, ടൊമാറ്റോ സോസ് ബേസ് ആയിട്ടുള്ളത്. ഇവരുടെ ഈ ഒരു സോസസ് എല്ലാം നല്ല ടേസ്റ്റിയാണ്. അവർ അവിടെ തന്നെ ഉണ്ടാക്കുന്ന സോസസ് ആയതുകൊണ്ട് അവരുടെ സിഗ്നേച്ചർ റെസിപ്പി ആയതുകൊണ്ടായിരിക്കും നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. ഇത് ഒരു ഗ്രിൽഡ് ബീഫ് ടെൻഡർലോയിൻ ആണ്. ഇതും റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഡിഷാണ്. അപ്പോൾ ഒരു ഇറ്റാലിയൻ ക്വിസീൻ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസ്റ്റോറൻ്റാണ് മെലൻസാനെ. ലൊക്കേഷൻ ഗൾഫ് മോളിലെ 2nd ഫ്ലോറിലാണ്, ടെക്നിക്കൽ കെയർ സെൻറ്ററിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. പിന്നെ കോസ്റ്റ് പറയുകയാണെങ്കിൽ 240 ഖത്തർ റിയാൽ ഫോർ 2 ആണ്. എൻ്റർടൈനർ വൗച്ചറൊന്നും അവർക്കില്ല. നല്ല സൊമാറ്റോയിലാണെങ്കിലും തെലാബത്തിലാണെങ്കിലും ഒക്കെ നല്ല റേറ്റിംഗ് ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ്. വർത്ത് ട്രൈയിങ് ഇറ്റാലിയൻ റെസ്റ്റോറൻ്റാണ്.